ഏറ്റവും ഉയരം കൂടിയ സെക്കോയ മരം മുതൽ ഏറ്റവും മിടുക്കനായ മനുഷ്യൻ വരെ, ഏറ്റവും വിഷമുള്ള കൂണുകൾ തുടങ്ങി ബാക്ടീരിയ വരെ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും കാർബൺ എന്ന മൂലകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എന്നതാണ് അക്കാര്യം. ഇത് ശരിക്കും വളരെ കൗതുകമുള്ളതും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ കാർബൺ നമ്മുടെ ഈ ഭൂമിയിലെ ഏറ്റവും സമൃദ്ധമായ മൂലകമല്ല. ഭൂമിയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ്. ഇനി കാർബണിന്റെ മറ്റു പ്രത്യേകത, അത് ഹീലിയം പോലെ സ്ഥിരതയുള്ള ഒരു മൂലകവുമല്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും കാർബൺ ഉണ്ട് എന്നുള്ളതാണ് രസകരമായ വസ്തുത. നമ്മുടെ ശരീരപിണ്ഡത്തിന്റെ 20% കാർബണിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇത് 1% താഴെയാണ് എന്നുള്ളത് മറ്റൊരു വസ്തുത. മറ്റ് മൂലകങ്ങൾ ഭൂമിയിൽ ധാരാളം ലഭ്യമായിട്ടുള്ളപ്പോൾ, അതായത് ഓക്സിജൻ അല്ലെങ്കിൽ സിലിക്കൺ, ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിന്റെ 78%-ഓളവും നൈട്രജൻ ആണ്. ഇങ്ങനെ പല മൂലകങ്ങൾ ഒരു ചോയ്സ് ആയിട്ട് ഇരിക്കെ എന്തുകൊണ്ട് ഭൂമിയിലെ ജീവജാലങ്ങൾ കാർബൺ അധിഷ്ഠിതമായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആവർത്തന പട്ടികയിൽ, അതായത് പീരിയോഡിക് ടേബിളിൽ സ്വാഭാവികമായി കാണുന്ന 94 മൂലകങ്ങൾ ഉണ്ട്. ഇത്രമാത്രം മൂലകങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ജീവൻ കാർബൺ അടിസ്ഥാനമാക്കിയുള്ളത്? അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റേതൊരു മൂലകം ആകുന്നില്ല? മൂലകങ്ങളുടെ, അതായത് എലമെന്റ്സിന്റെ സങ്കീർണത, സ്ഥിരത, സമൃദ്ധി, അതായത് കോംപ്ലക്സിറ്റി, സ്റ്റെബിലിറ്റി ആൻഡ് അബണ്ടൻസ്, ഈ 3 ഘടകങ്ങളിലാണ് ഇതിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത്. എന്താണ് മൂലകങ്ങളുടെ സങ്കീർണത എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. ജീവന് ആവശ്യമായ, അതായത് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ സങ്കീർണമായ രസതന്ത്ര സംയുക്തങ്ങൾ, സങ്കീർണമായ തന്മാത്രാ ഘടനകൾ എന്നിവ രൂപപ്പെടുത്താൻ കാർബണിന് കഴിയും. കാർബണിന് എങ്ങനെ ഇത് കഴിയുന്നു എന്നറിയാൻ നമുക്ക് ഒരല്പം ഭൗതിക ശാസ്ത്രം സംസാരിക്കാം, പ്രത്യേകിച്ചും ക്വാണ്ടം മെക്കാനിക്സ്. മൂലകങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ആറ്റം കൊണ്ടാണെന്ന് അറിയാമല്ലോ. ആറ്റത്തിന് നടുവിലുള്ള ന്യൂക്ലിയസിന് ചുറ്റുമായിട്ടാണ് ഇലക്ട്രോണുകൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും കാണപ്പെടുന്ന ഓർബിറ്റിൽ, അതായത് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന സഞ്ചാരപാതയിൽ ഓരോന്നിലും നിശ്ചിത എണ്ണം ഇലക്ട്രോണുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നു. ആറ്റത്തിന്റെ ഏറ്റവും വെളിയിൽ കാണപ്പെടുന്ന ഓർബിറ്റിൽ നിശ്ചിത, അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര എണ്ണം ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമേ ആ ആറ്റം സ്ഥിരത കൈവരിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന്, 2ാമത്തെ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. ആ ഓർബിറ്റിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന 8 ഇലക്ട്രോണുകൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ ആറ്റം സ്ഥിരത കൈവരിച്ചു എന്ന് പറയാം. പല മൂലകങ്ങളിലും ഇലക്ട്രോണുകളുടെയും ഓർബിറ്റിന്റെയും എണ്ണം പലതായിരിക്കുകയും ചെയ്യും. ഒരു മൂലകത്തിന് സ്ഥിരത കൈവരിക്കാൻ ഔട്ടർ ഓർബിറ്റിൽ, ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിൽ എത്ര ഇലക്ട്രോണുകൾ കൂടി വേണമോ അതാണ് ആ ആറ്റത്തിന്റെ വാലൻസി, അഥവാ ആ മൂലകത്തിന് രൂപപ്പെടുത്താവുന്ന പരമാവധി ബോണ്ടുകളുടെ എണ്ണം. ഒരു മൂലകത്തിന് മറ്റൊരു മൂലകവുമായി രൂപപ്പെടുത്താൻ കഴിയുന്ന പരമാവധി ബോണ്ടുകളുടെ എണ്ണം എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും വിധമാണ് എലമെന്റുകളെ പീരിയോഡിക് ടേബിളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിന്റെ ഇടത്തെ കോളം മുതൽ ആരംഭിക്കാം. ഇവിടെ നമ്മൾ മധ്യഭാഗത്ത് കൊടുത്തിരിക്കുന്ന ട്രാൻസിഷൻ എലമെന്റ്സിനെ ഒഴിവാക്കിയാണ് സംസാരിക്കുന്നത്. ആദ്യ ഗ്രൂപ്പിന് പരമാവധി രൂപപ്പെടുത്താൻ കഴിയുന്ന ബോണ്ടുകളുടെ എണ്ണം 1 ആണ്. 2ാം നിരയിലെ മൂലകങ്ങൾക്ക് 2 ബോണ്ടുകൾ, 3ാം നിരയിൽ 3 എന്നിങ്ങനെ 4ാം നിര വരെ ഈ പ്രവണത തുടർന്നുകൊണ്ടിരിക്കും. 4ാമത്തെ കോളത്തിലെ മൂലകങ്ങൾക്ക് രൂപപ്പെടുത്താവുന്ന ബോണ്ടുകളുടെ എണ്ണം 4 ആണ്. അതിനുശേഷം 5 മുതൽ വീണ്ടും വലത്തേക്ക് മാറുമ്പോൾ ബോണ്ടുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി കാണാം. 3, 2, 1, 0 എന്നിങ്ങനെ. ഏറ്റവും വലത്തെ അറ്റത്തെ നിരയിലെ മൂലകങ്ങൾക്ക് ബോണ്ടുകളുടെ എണ്ണം 0 ആണ്. കാരണം അവ ഇതിനോടകം തന്നെ സ്ഥിരത കൈവരിക്കപ്പെട്ടിരിക്കുന്ന മൂലകങ്ങളാണ്. ഇവയെ നോബിൾ ഗ്യാസുകൾ എന്ന് അറിയപ്പെടുന്നു. പരമാവധി ബോണ്ടുകൾ രൂപപ്പെടുത്താൻ കഴിയുന്ന മൂലകങ്ങളുടെ കൂട്ടത്തിലാണ് കാർബൺ എന്ന് ഇതിനോടകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. കാർബണിന് മൊത്തം 6 ഇലക്ട്രോണുകളുണ്ട്. അതിൽ 4 എണ്ണം അവയുടെ ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിലാണ് കാണപ്പെടുന്നത്. ഇനിയും 4 ഇലക്ട്രോൺ കൂടി ആ ഓർബിറ്റിലേക്ക് വരുമ്പോൾ മാത്രമേ കാർബൺ സ്ഥിരത കൈവരിക്കുകയുള്ളൂ. കാർബണിന്റെ ഈ പ്രത്യേകത അതിനെ വളരെയധികം വൈവിധ്യമുള്ളതാക്കും. ഓരോ കാർബൺ ആറ്റത്തിനും മറ്റ് കാർബൺ ആറ്റം ഉൾപ്പെടെ മറ്റ് 4 ആറ്റങ്ങളുമായി ശക്തമായ, സ്ഥിരമായ ബന്ധമുണ്ടാക്കാൻ സാധിക്കും. സങ്കീർണമായ രാസപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സങ്കീർണമായ തന്മാത്രകൾ രൂപപ്പെടുത്താനുള്ള ഈ കഴിവ് കാർബണിനെ സവിശേഷമാക്കുന്നു. പോളിമർ ശൃംഖലകൾ, വളയരൂപങ്ങൾ എന്നിങ്ങനെ ദശലക്ഷക്കണക്കിന് കോൺഫിഗറേഷൻ കാർബണിന് ഉള്ളതിനാൽ നിരവധി രാസപ്രക്രിയകളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നു. DNA നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 4 ന്യൂക്ലിയോടൈഡുകളിൽ 4 എണ്ണത്തിന്റെയും
നട്ടെല്ല് എന്ന് പറയുന്നത് കാർബണാണ്. മറ്റു മൂലകങ്ങൾക്ക് ഈ സവിശേഷത ഉള്ളതല്ല. ഉദാഹരണത്തിന് ഭൂമിയിലെ ഏറ്റവും സമൃദ്ധമായ മൂലകമാണ് ഓക്സിജൻ. ഓക്സിജന് പരമാവധി 2 ബോണ്ടുകൾ മാത്രമേ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിന്റെ അർത്ഥം ഓക്സിജൻ മറ്റു 2 മൂലകങ്ങളുമായി ബോണ്ടുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവയ്ക്ക് മറ്റൊന്നിനും സാധിക്കുകയില്ല എന്നാണ്. എന്നാൽ ബോറോൺ എന്ന മൂലകത്തെ വേണമെങ്കിൽ നമുക്കൊന്ന് പരിഗണിക്കാം. അതിന്റെ വാലൻസി 3 ആണ്. അതായത് മറ്റ് 3 ആറ്റങ്ങളുമായി ബോറോണിന് ബോണ്ടുകൾ രൂപീകരിക്കാൻ സാധിക്കും. പക്ഷേ ബോറോണിന് ഒരു പ്രശ്നമുള്ളത് അത് ഭൂമിയിൽ സമൃദ്ധമല്ല, അല്ലെങ്കിൽ വളരെ അപൂർവമായി മാത്രമേ കാണുകയുള്ളൂ എന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവന്റെ നട്ടെല്ലായി ബോറോണിനെ തിരഞ്ഞെടുക്കുന്നത് അത്ര ഉചിതമാവില്ല. എന്തുകൊണ്ട് കാർബൺ ഭൂമിയിലെ ജീവന്റെ അടിസ്ഥാനമാകുന്നു എന്നതിന്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ ഇവിടെ എത്തുകയാണ്. കാർബൺ ബഹുമുഖമാണ്, മാത്രവുമല്ല സമൃദ്ധവുമാണ്. നമ്മുടെ സൗരയൂഥത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന 5 മൂലകങ്ങളുടെ പേരുകൾ എടുത്താൽ അതിൽ ഹൈഡ്രജൻ, ഹീലിയം, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ എന്നീ ക്രമത്തിലാണ് നമുക്ക് കാണാം. ഇനി നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട 5 മൂലകങ്ങളുടെ പേരുകൾ എടുത്താൽ ഓക്സിജൻ, കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, കാൽസ്യം എന്നിവയാണെന്ന് കാണാം. അതായത് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന 5 മൂലകങ്ങളിൽ 4 എണ്ണവും ജീവജാലങ്ങളുടെ ശരീരത്തിൽ ഉണ്ട് എന്നർത്ഥം. എന്തുകൊണ്ട് ജീവജാലങ്ങൾ കാർബൺ അധിഷ്ഠിതമായിരിക്കുന്നു എന്നതിന്റെ മറ്റൊരു സൂചനയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പ്രപഞ്ചത്തിൽ കാർബൺ ധാരാളമുണ്ട്, അല്ലെങ്കിൽ സമൃദ്ധമാണ്. നമുക്ക് ധാരാളം കിട്ടുന്ന വസ്തുക്കൾ കൊണ്ട് എന്തെങ്കിലും ഒരു നിർമ്മിതി ഉണ്ടാക്കാൻ എളുപ്പവുമാണ്. സമൃദ്ധി അല്ലെങ്കിൽ അളവിലുള്ള ലഭ്യത ഇത്രമാത്രം പ്രധാനമാണെങ്കിൽ എന്തുകൊണ്ട് സിലിക്കൺ ആയിക്കൂടാ? ഭൂമിയിൽ സിലിക്കൺ ധാരാളമുണ്ട്, കാർബണിനെ പോലെ 4 ബോണ്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ എന്തുകൊണ്ട് നൈട്രജൻ ആയില്ല? ഭൂമിയുടെ അന്തരീക്ഷത്തിൽ 78% നൈട്രജനാണ്. അപ്പോൾ നൈട്രജനും സമൃദ്ധവുമാണ്. എന്നിട്ടും എന്തുകൊണ്ട് കാർബൺ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കുള്ള 3ാമത്തെ പോയിന്റാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അതാണ് സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, അതായത് ബോണ്ടുകളുടെ സ്ഥിരത. വാസ്തവത്തിൽ ഭൂമിയിൽ കാർബണിനേക്കാൾ വലിയ അളവിൽ സിലിക്കൺ ഉണ്ട്. ഭൂമിയുടെ പുറന്തോടിൽ, അതായത് ഭൂവൽക്കത്തിൽ മണ്ണിലും മണലിലും പാറയിലുമെല്ലാം സിലിക്കൺ ധാരാളമായി കാണപ്പെടുന്നു. രാസപരമായി സിലിക്കൺ കാർബൺ പോലെ തന്നെ 4 ബോണ്ടുകൾ രൂപപ്പെടുത്താൻ കഴിവുള്ളവയുമാണ്. കാരണം കാർബണിനെ പോലെ സിലിക്കയുടെയും ഏറ്റവും പുറത്തുള്ള ഓർബിറ്റിൽ ഇനിയും 4 ഇലക്ട്രോണുകൾ കൂടി വന്നെങ്കിൽ മാത്രമേ സിലിക്കണും സ്ഥിരത കൈവരിക്കുകയുള്ളൂ. എന്നാൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകത മൂലം സിലിക്കണിന് കാർബണിനെ പോലെ ശക്തമായ ബോണ്ടുകൾ രൂപീകരിക്കാൻ കഴിയുകയില്ല. കണക്കുകൾ നിരത്തി പറയുകയാണെങ്കിൽ സിലിക്കൺ മറ്റൊരു സിലിക്കൺ ആറ്റവുമായി ചേർന്ന് രൂപപ്പെടുന്ന ബോണ്ടിന്റെ ശക്തി 194 കിലോ ജൂൾ ആണെങ്കിൽ കാർബൺ കാർബൺ ബോണ്ടിന്റെ ശക്തി 347 കിലോ ജൂൾ ആണ്. ശക്തമായ അടിത്തറയില്ലാതെ വലിയ നിർമ്മിതികൾ നിർമ്മിക്കാൻ സാധിക്കില്ലല്ലോ. ഏതൊരു നിർമ്മിതി ഉണ്ടാക്കണമെങ്കിലും ശക്തമായ അടിത്തറ വേണം. ജൈവ തന്മാത്രകളുടെ രൂപീകരണത്തിലും ഇത് ബാധകമാണ്. തന്മാത്രയുടെ ഘടന മറ്റ് തന്മാത്രകളുമായി രാസപരമായി പ്രതികരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ തകർന്നു പോകാതിരിക്കാൻ അവയുടെ നട്ടെല്ല് അല്ലെങ്കിൽ അവരുടെ ബാക്ക് ബോൺ ശക്തമായിരിക്കണം. കാർബൺ മറ്റുള്ള മൂലകങ്ങളെക്കാൾ കൂടുതൽ ശക്തമായ ബോണ്ടുകൾ സൃഷ്ടിക്കുന്നതിനാൽ ഇത് സാധ്യമാവും. എന്നാൽ നൈട്രജനോ അല്ലെങ്കിൽ സിലിക്കണോ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബോണ്ടുകൾക്ക് കാർബണോളം ശക്തി ഇല്ലാത്തതിനാൽ ഒരുപക്ഷെ മറ്റ് രാസപ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ തകർന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. ഈ 3 ഘടകങ്ങൾ, അതായത് സങ്കീർണത, സ്ഥിരത, സമൃദ്ധി എന്നിവ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പീരിയോഡിക് ടേബിളിലേക്ക് ഒന്നുകൂടി മടങ്ങിപ്പോവാം. ഇവിടെ നമുക്ക് മൂലകങ്ങൾ വിന്യസിക്കപ്പെട്ടിരിക്കുന്ന വരികൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. രാസപരമായി നിഷ്ക്രിയമായ എല്ലാ മൂലകങ്ങളെയും നമുക്കിവിടെ മാറ്റാം. 2 ബോണ്ടുകളിൽ കൂടുതൽ രൂപപ്പെടുത്താൻ കഴിയാത്ത മൂലകങ്ങളെയും നമുക്ക് അടുത്ത ഘട്ടത്തിൽ ഒഴിവാക്കാം. ഇനി ഭൂമിയിൽ സമൃദ്ധമായി കാണപ്പെടാത്ത മൂലകങ്ങൾ കൂടി ഒഴിവാക്കിയാൽ ശേഷിക്കുന്നത് കാർബൺ, സിലിക്കൺ, നൈട്രജൻ എന്നീ 3 മൂലകങ്ങൾ മാത്രമാണെന്ന് നമുക്ക് കാണാം. ഇനി ശക്തമായ ബോണ്ടുകൾ രൂപീകരിക്കാൻ കഴിയുന്ന മൂലകങ്ങൾ എന്ന പ്രത്യേകത കൂടി കണക്കിലെടുക്കുമ്പോൾ കാർബൺ മാത്രമായി അവശേഷിക്കുന്നു. സങ്കീർണമായ ഘടനകളും മറ്റ് മൂലകങ്ങളുമായി സ്ഥിരമായ ബന്ധങ്ങളും രൂപപ്പെടുത്താനുള്ള കഴിവും ധാരാളം കാണപ്പെടുന്നതിനാലും കാർബൺ ജീവന് ഏറ്റവും അനുയോജ്യമാണ്. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും സിലിക്കൺ അടിസ്ഥാനമാക്കിയുള്ള ജീവൻ മറ്റ് ഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ അന്യഗ്രഹങ്ങളിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുകയില്ല. ചിലപ്പോൾ ഉണ്ടായേക്കാം. സാഹചര്യം അനുകൂലമാണെങ്കിൽ ജെർമേനിയം, ടിൻ അല്ലെങ്കിൽ ലെഡ് എന്നിവ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സൂപ്പർ ഡെൻസ് ജീവജാലങ്ങൾ വിദൂര പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. ഉദാഹരണത്തിന് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിൽ ഉരുകിയ അവസ്ഥയിൽ ഈഥായിൽ, മീഥേൻ എന്നിവയുടെ തടാകങ്ങളുണ്ട്. ടൈറ്റൻ എന്ന ഉപഗ്രഹത്തിൽ ഇവ കാണപ്പെടുന്നത് ദ്രവരൂപത്തിലാണ്, ഭൂമിയിലെ ജലം എന്ന പോലെ. ദ്രാവകാവസ്ഥയിലുള്ള ജലം ലായകമായിട്ടാണ്, യൂണിവേഴ്സൽ സോൾവന്റ് ആയിട്ടാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്. ദ്രവരൂപത്തിലുള്ള ഈഥായിൽ, മീഥേൻ എന്നിവ ലായകമാക്കിക്കൊണ്ട് മറ്റേതെങ്കിലും മൂലകം അടിസ്ഥാനമാക്കിയുള്ള ജീവൻ ഒരുപക്ഷെ മറ്റ് ഗ്രഹങ്ങളിലോ ഉപഗ്രഹങ്ങളിലോ സാധ്യമായേക്കാം.
എന്നാൽ മൂലകങ്ങൾക്ക് ഭാരം കൂടുന്നതനുസരിച്ച് അവ വളരെ അപൂർവമായി മാത്രമേ കാണപ്പെടാറുള്ളൂ എന്നും നമ്മൾ ഓർക്കേണ്ടതാണ്. പക്ഷേ ഭൂമിക്ക് പുറത്ത് മറ്റേതെങ്കിലും ഗ്രഹത്തിലോ ഉപഗ്രഹത്തിലോ ജീവൻ നിലനിൽക്കുന്നതിന് നമുക്ക് ഇതുവരെ തെളിവുകളൊന്നുമില്ല. അതിനാൽ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ജീവന്റെ സാധ്യത എത്രമാത്രം ഉണ്ടെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ പഠനങ്ങൾ ആവശ്യമായിരിക്കുന്നു. മറ്റൊരു വിഷയമായി അടുത്ത വഴിയിൽ നമുക്ക് വീണ്ടും കാണാം.